അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുന്ന ചില വിവരങ്ങൾ, അറിവുകൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാരെ, ഈ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില കാഴ്ചപ്പാടുകളെ സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ. എന്നാൽ ഒരു സ്ത്രീ എന്ന നിലക്ക് നമുക്ക് നമ്മുടെ ഭാവിയിൽ ലഭിക്കേണ്ട ഒട്ടനവധി സന്തോഷങ്ങളും നിർവൃതികളുമുണ്ട്. അത്തരം ശരിയായ ഒരു വഴിയിൽ നിന്നും നമ്മുടെ ചിന്താഗതികളെ മാറ്റുന്നുണ്ടോ നാം കേൾക്കുന്നതും നാം അറിയുന്നതും സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുന്ന ആശയങ്ങളും എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സഹോദരിയുടെ മനസ്സിൽ ഒരു അപകർഷത, ഞാൻ എന്താണ് ഒരു സ്ത്രീയായി ജനിച്ചത്, അത് ഒരു കഷ്ടപ്പാടാണല്ലോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ആ ചിന്ത എത്രമാത്രം അപകടകരമാണെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഏറ്റവും അധികം മാന്യതയും അംഗീകാരവും ഉള്ള ഒരാളാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. അത് വെറുതെ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി പറയുന്ന ഒരു സംഗതിയേ അല്ല. ഒരു നല്ലൊരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്, എത്ര ആദരവോടു കൂടിയാണ് പെരുമാറുന്നത്. ഒരു പക്ഷേ ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത് അവളോടൊപ്പം നിൽക്കുകയാണ് സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ചെയ്യുന്നത്. ഒരു പക്ഷേ അവൻ്റെ സ്വന്തം മാതാപിതാക്കൾ പോലും പറയും, നിനക്ക് നിൻ്റെ ഭാര്യയാണ് പ്രധാനമെന്ന്. നിന്നെ വളർത്തിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിനക്ക് പ്രധാനം നിൻ്റെ ഭാര്യയാണ്, അവൾ നിന്നെ സ്വാധീനിച്ചു, അവൾ നിന്നെ വഴിതെറ്റിച്ചു എന്ന് പോലും ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കേൾക്കാറുണ്ട്. അത്രമാത്രം അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അവളാണ് ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ. ഒരു മകൾ എന്ന് പറയുമ്പോൾ എത്ര ലാളനയോടുകൂടെയാണ്, ആൺകുട്ടികളല്ല പെൺകുട്ടികളെ എത്ര ലാളനയോടുകൂടെയാണ് മാതാപിതാക്കൾ വളർത്തുന്നത്. ഒരു പക്ഷേ ഒരു 19 20 വയസ്സാകുന്നത് വരെ ജീവിതത്തിൻ്റെ യാതൊരു വേദനയും അറിയാതെ അത്ര സ്നേഹത്തോടു കൂടെയാണ് ഒരു പെൺകുട്ടിയെ പരിചരിക്കുന്നത്. ഇസ്ലാമിലും ഒരു പെൺകുട്ടിയെ പരിചരിച്ചാൽ, 3 പെൺകുട്ടികളെ പരിചരിച്ചാൽ, ഇനി 2 പെൺകുട്ടികളായാലും സ്വർഗത്തിന് അത് കാരണമാകുമെന്നാണ്. അത്ര ശ്രേഷ്ഠമാണ് ഒരു സ്ത്രീയുടെ പരിചരണമെന്ന് പറഞ്ഞാൽ. ഇനി നോക്കൂ നിങ്ങൾ, ഒരു ഉമ്മ, ആ ഉമ്മയുടെ ഒരു പരിശുദ്ധി, ഒരു പവിത്രത, ആദരവ് എത്ര വലുതാണ്. ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അവന് 5-8 മക്കളുണ്ട് അവർക്ക്. പക്ഷെ സ്വാഭാവികമായും എന്താ, പലപ്പോഴും സ്വഭാവപരമായ ചില പ്രശ്നങ്ങൾ അതുകൊണ്ട് വാപ്പയിൽ നിന്ന് ഉമ്മക്ക് ചില ഉപദ്രവങ്ങൾ വരും. ഈ ഉപദ്രവങ്ങൾ വരുമ്പോൾ ചെറുപ്പത്തിലൊക്കെ അതിങ്ങനെ കാണുമ്പോൾ നിർവികാരമായി നിൽക്കാനേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എന്താണെന്ന് വിചാരിച്ചാൽ ഉമ്മയെ അടിക്കുന്നതും ഉമ്മയെ ചീത്ത പറയുന്നതും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഉമ്മ എന്ന ആ ഒരു വികാരം വാപ്പയെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നിപ്പിക്കുന്നു എന്നാണ് ആ സുഹൃത്ത് പറയുന്നത്. ഒരു പക്ഷേ അവൻ്റെ തോന്നൽ അത്യധികം അപകടകരമാണ് അവൻ പറയുന്നത് അനുസരിച്ച്. ഒരു ഉമ്മയോട് മക്കൾക്കുള്ള ആദരവും ബഹുമാനവും എത്രയാണ്. ഇതിലൊക്കെ വലിയ ആസ്വാദനങ്ങളുണ്ട് സഹോദരിമാരെ. ഒരു വിവാഹം ഒരു അടിമത്തമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ സദാസമയവും നമ്മളോടൊപ്പം ഉണ്ടാവാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങളെയും അറിയുന്നു, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റെടുത്ത് നമ്മളെ സമ്പൂർണ്ണമായി സംരക്ഷിക്കുന്നു. എന്ത് പ്രയാസമുള്ളത്? എല്ലാറ്റിലും ഒറ്റപ്പെട്ടതിന് ഇപ്പോൾ ഒരു തുണയാകുന്നു എന്ന് മാത്രമുള്ളൂ. ഒരു നിലക്കും വിവാഹം ഒരു പ്രയാസമാകുന്നില്ല. ഒരു പ്രസവവും ഒരു കുഞ്ഞും എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര വലിയ സ്വപ്നങ്ങളാണ്. ഒരു കുഞ്ഞിനോട് ഒരു ഉമ്മയ്ക്ക് തോന്നുന്ന സ്നേഹവും നിർവൃതിയും ജീവിതത്തിലെല്ലാം മറപ്പിച്ച് കളയുന്നതാണ്. അതൊരു സ്വപ്നമാണ്. ഒരു കുട്ടി ഉണ്ടാകാത്തതിൻ്റെ പേരിൽ മാനസിക രോഗികളായ, വന്ധ്യതയുടെ പേരിൽ മാനസിക പ്രയാസം അനുഭവിക്കുന്ന എത്ര ദമ്പതികൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ നാം പലപ്പോഴും ഭാരമായി, സ്വാതന്ത്ര്യമില്ലായ്മയായി, പ്രശ്നമായി, പ്രതിസന്ധിയായി, വിഷമമായി കാണുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും സുന്ദരവും സമാധാനകരവുമായൊരു ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ ഇത്തരം നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഏറ്റവും നല്ല മാർഗദർശനം നൽകാൻ നമുക്ക് പറ്റും. ഇസ്ലാമികമായ പഠനങ്ങളിലൂടെ, ഇസ്ലാമികമായ അറിവുകളിലൂടെ ഏറ്റവും നല്ല ഒരു വഴിയിലേക്ക് പോകാൻ നമുക്ക് പറ്റും. പക്ഷേ ഈ ഒരു നല്ല ജീവിതത്തിലേക്കുള്ള മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒട്ടനവധി അപകടങ്ങൾ നമ്മുടെ തൊട്ടു മുമ്പിൽ ചതിയായി പതിയിരിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം. ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമെന്ന് നമ്മൾ പറയാറുള്ളത്
പലപ്പോഴും നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ ക്ലാസ്മേറ്റ്സും ക്യാമ്പസിലൊക്കെ ഉള്ള ആളുകളുമായുള്ള സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളാണ്. ഒരു സുഹൃബന്ധമല്ല, മറിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണുക. നമ്മുടെ ക്ലാസ്സിൽ മറ്റ് ക്ലാസ്മേറ്റ്സിനൊന്നും ഇല്ലാത്ത ഒരു കൺസിഡറേഷൻ, അയാളുമായി പ്രത്യേകമായൊരു ബന്ധം, ഒരു പക്ഷേ ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിലേക്ക് ആ മാനസിക ബന്ധങ്ങൾ അടുക്കുന്നു. ഒരു പക്ഷേ ഇതുകൊണ്ട് എന്ത് പ്രശ്നം എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ടായിരിക്കും. ഏറ്റവും വലിയ അപകടമാണ്. മുമ്പൊക്കെ നമ്മൾ കേൾക്കുന്ന പ്രേമങ്ങളല്ല ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഇന്ന് പലപ്പോഴും പ്രേമം എന്ന നിലക്ക് പെൺകുട്ടികൾ വഞ്ചിക്കപ്പെടുന്നു എന്നത് വ്യാപകമാകാം. നോക്കൂ, നിങ്ങൾ 21 കുട്ടികളെ പ്രേമം എന്ന നിലക്ക് ബന്ധപ്പെട്ട ഒരു സുഹൃത്ത് അവരെ മുഴുവനും ചൂഷണം ചെയ്ത്, 21 സ്ത്രീകളെ ചൂഷണം ചെയ്ത് 21ാമത്തെ സ്ത്രീയിൽ നിന്നാണ് ഒരു പരാതി വരുന്നത്. അപ്പോഴാണ് ബാക്കിയെല്ലാം മനസ്സിലാവുന്നത്. അതായത് ഒരു ചെറിയ ബന്ധവും സ്നേഹവും കാണിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ഇനി ഭാവിയിൽ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ, എന്തുമാവാം എന്ന നിലക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ ഒരു പെൺകുട്ടിയെ വശീകരിക്കാനും കൈവശപ്പെടുത്താനുള്ള മാർഗമായിട്ടാണ് ഇന്ന് പല സുഹൃത്തുക്കളും പ്രേമത്തെ ഉപയോഗിക്കുന്നത്. സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ മാന്യതയെയും സ്ത്രീത്വത്തെയും വ്യക്തിത്വത്തെയും നമ്മൾ കാത്തു സൂക്ഷിക്കണം. തികച്ചും നമ്മളെ മറ്റൊരാളിലേക്ക് കൈമാറുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം ഇസ്ലാം സ്വീകരിച്ചത് ഒരു എഗ്രിമെൻ്റാണ്, ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്വീകരണം. മനസ്സിലേ? സാധാരണ എന്തിനാണ് വിവാഹം? നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കൂടെ പോയിക്കൂടെ എന്ന് സാധാരണ പറയും. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ ഒരു വിവാഹമെന്ന് പറയുന്നത് പിതാവിൽ നിന്ന്, ഒരു പെൺകുട്ടിയുടെ പിതാവിൽ നിന്നും ഒരു കരാറോടുകൂടെ ഏറ്റെടുക്കുകയാണ്. അവൾക്ക് എന്നും ചോദിക്കാം ഇവനോട്, ഞാൻ നിൻ്റെ കൂടെ വലിഞ്ഞു കയറി വന്നതല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വെറുതെ ഓടിക്കൂടിയതല്ല, മാന്യമായി എൻ്റെ പിതാവ് മാന്യമായൊരു സദസ്സിൽ വെച്ച് നിങ്ങളെ കൈപിടിച്ച് ഒരു എഗ്രിമെൻറ്റിലൂടെ, കരാറിലൂടെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ അന്ന് ഏറ്റത് എന്താണ്? എന്നെ സംരക്ഷിക്കാം, എനിക്ക് നല്ലൊരു ജീവിത സാഹചര്യം തരാമെന്നാണ്. ആ ഒരു കരാർ എന്നത് ജീവിതകാലം മുഴുവനും നമ്മളെ സംരക്ഷണം അയാളെക്കൊണ്ട് നിർവഹിപ്പിക്കാവുന്ന ഒരു കരാറാണ്, ഒരു വാഗ്ദത്തമാണ്. എല്ലാം ആ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഒരു വിവാഹപ്രായം എത്തുന്നത് വരെ നമ്മുടെ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം അവിഹിത ബന്ധങ്ങളിൽ പെട്ടുപോകുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള സഹോദരിമാർ തരുന്ന അപൂർണവും അസത്യവുമായ വിവരങ്ങൾ ജീവിതത്തിൻ്റെ നല്ല അവസരങ്ങളെയും നല്ല കാഴ്ചപ്പാടുകളെയും നമുക്ക് നഷ്ടപ്പെടുത്താതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ശരിയായ അറിവിലൂടെ, ശരിയായ ബോധത്തിലൂടെ മുന്നോട്ട് പോകണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വിശ്വസിക്കണം. ഈ ലോകത്ത് ഏറ്റവും അധികം നമ്മളെ സ്നേഹിക്കുകയും നല്ല ഗുണകരമായൊരു ഭാവി നമുക്ക് വേണമെന്ന് ആശിക്കുകയും ചെയ്യുന്നവർ മാതാപിതാക്കളാണ്. അവരുടെ മുഖത്ത് അതൃപ്തിയും വിഷാദവും സൃഷ്ടിക്കുന്നത് നമുക്ക് ദോഷകരമാണ്. അവർ അരുതെന്ന് പറയുന്നത് നമുക്ക് ദോഷകരമായതിനെയാണ് അവർ അരുതെന്ന് പറയുന്നത്. അവരെ വിശ്വസിക്കണം, അവർ പറയുന്നത് അനുസരിക്കണം. അവരെ ധിക്കരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ജീവിത ദുരന്തത്തിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശരിയായ ഒരു ഗൈഡൻസ്, ഇസ്ലാമിൻ്റെ അന്യൂന്യമായ ഈ ദൈവിക മതത്തിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഖുർആനിൽ മാർഗദർശനമുണ്ട്. അത് ഖുർആനെന്ന് ആ വെളിച്ചം സ്വീകരിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോയി ഇതിൽ നിന്ന് വഴിതെറ്റിക്കാൻ വരുന്ന എല്ലാ പ്രതികൂലതകളെയും അറിവ് കൊണ്ടും ബോധം കൊണ്ടും അതിജീവിച്ച് ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനും നമുക്ക് ഉപകരിക്കുന്ന എല്ലാ ഉത്ബോധനങ്ങളെയും ബോധവൽക്കരണങ്ങളെയും നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുവാനും മനസ്സ് തുറന്ന് കേൾക്കുവാനും അങ്ങനെ നല്ലൊരു ഭാവി ഇരു ലോകങ്ങളിലും ഉണ്ടാവാൻ അള്ളാഹു നമുക്ക് സഹായം, തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം.